ഒരു പോലീസുകാരൻ്റെ ഒരു പോലീസുകാരൻ്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? നമ്മളെ പടത്തിൽ ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളിനോട് നമ്മളെ മേജർ രവി അയാളതിൽ DGP ആയിട്ട് അയാൾ ഒരു ചോദ്യമുണ്ട്. ഒരു പോലീസുകാരൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു പോലീസുകാരൻ്റെ എന്താണ് ജോലി? അപ്പോൾ അതിൽ നിവിൻ പോളി ഒരു മറുപടി പറയുന്നുണ്ട്. എന്താ അറിയോ? ഒരു പൗരൻ്റെ, സാധാരണക്കാരനായ എല്ലാത്തിനും ഒരു നോർമലായിട്ടൊരു പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക. ഇതാ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ പോലീസിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ പറയും P for പൊളൈറ്റ്, O for ഒബീഡിയൻറ്റ്, L for ലോയൽ, I for ഇൻ്റലിജൻറ്റ്, അല്ലേ? C for കറേജ്, E for എഫിഷ്യൻസി എന്നൊക്കെ പറയും. ഈ P എന്ന് പറയുന്ന പൊളൈറ്റ്നെസ് അത് ഇന്നത്തെ പോലീസുകാരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ സമൂഹം വിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ എന്ന് ചോദിച്ചാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്നലെ കണ്ടൊരു വിഷയം, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ, പള്ളിക്കര ബേക്കലിലുള്ളൊരു സ്കൂൾ ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികൾ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ അവർ വണ്ടികളൊക്കെ പോർച്ചുഗലിൻ്റെയും മറ്റ് ടീമിൻ്റെയും ഒക്കെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു ഷോ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ടൈമിങ്ങിലും പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതും അവരുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരവിടെ അഭ്യാസ പ്രകടനങ്ങളോ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു, അങ്ങനെയാണ് അവർ പോലീസിനെ വിളിച്ചതെന്ന് പറഞ്ഞു. ഒരു അഭ്യാസ പ്രകടനം ഒന്നും നടത്തിയിട്ടില്ല, അവർ ജസ്റ്റ് ലൈനപ്പ് ചെയ്തിട്ട് 5 വണ്ടികൾ അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ എന്നും പറയുന്നു. എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി അഭ്യാസ പ്രകടനം അവരെന്തെങ്കിലും നടത്തിയെന്ന് തന്നെ വെച്ചോട്ടെ. അവർ ആരെയും ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ആ വയ്യേ പോകുന്ന ആരുടെയും മേത്തേക്ക് വണ്ടി കയറ്റാൻ ശ്രമിക്കുകയോ അൺലെസ് ആൻഡ് അൺടിൽ അവർ മറ്റൊരു പൗരൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തും വരെ അവർ ഇല്ലീഗലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുത്തിട്ടുള്ള ഫസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴത്തെ ചെറിയൊരു ജെൻസി കാറ്റഗറിയിൽപ്പെട്ട ഒരുത്തം വന്നിട്ട് സാറേ വണ്ടി മോഡിഫിക്കേഷൻ അനുവദിക്കുമെന്ന് ചോദിച്ചപ്പോൾ എന്താ അദ്ദേഹം കാണിച്ചത് നമ്മൾ കണ്ടതല്ലേ? ഏത് ആയിക്കോട്ടെ, അതായത് വണ്ടി പിന്നെ അയാൾ തിരുത്തലൊക്കെ വരുത്തി. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കാം, നിങ്ങൾക്ക് മാറ്റ് എക്സ്ട്രാ വെക്കാം, പിന്നെ സൗണ്ട് സിസ്റ്റം അതാക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് പിള്ളേരെ ഊക്കിയതാണ് പിള്ളേരെ. അപ്പോൾ എന്തെന്നെ ആയിക്കോട്ടെ, ഇവിടെ ഈ പള്ളിക്കരയിൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ നിർഭാഗ്യകരവും ഖേദകരവുമായ ഒരു സംഭവമാണെന്ന് പറയാതെ വയ്യ. ഇപ്പം പറയുമ്പോൾ പോലീസിനെതിരെ നമ്മൾ പറയാൻ പാടുണ്ടോ? നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ ഉറക്കമൊഴിച്ചുകൊണ്ട് ചില ടീമുകൾ മറ്റേത് പറയുമല്ലോ, എന്തെങ്കിലും വിഷയം പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഗവൺമെൻറ്റിനെ കുറ്റം പറയുമ്പോൾ, എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഭരിക്കുന്ന സർക്കാർ, കേന്ദ്ര സർക്കാർ, സെൻട്രൽ ഗവൺമെൻറ് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു പിന്നെ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റമൊക്കെ പറയുമ്പോൾ സാധാരണ ചില ഭാഗത്തു നിന്നുള്ള ചില പ്രത്യേക ആൾക്കാർ പറയുമല്ലോ, നിങ്ങൾ നമ്മുടെ നാട്ടിനെയും പട്ടാളക്കാർക്കുമെതിരെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വരും. ഏത് പട്ടാളക്കാർ, എന്ത് സംസാരം? ഗവൺമെൻറ് കാണിക്കുന്നതെങ്കിൽ തെറ്റിനെതിരെ പറയുന്നത്. അന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ലൈനിലാണ് ചില ആൾ പോലീസിനെതിരെ സംസാരിക്കുമ്പോൾ പറയുന്നത്, പോലീസുകാർക്കെതിരെ നിങ്ങളെങ്ങനെ പറയല്? കുട്ടികൾ തോന്നിയ കാണിച്ചല്ലേ പോലീസുകാർ അടിച്ചത്. ഇവിടെ ഈ വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ പറ്റൂ. കാരണം വളരെ ഒരിക്കലും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെയല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ബിക്കോസ് ആ ചെറുപ്പക്കാരനെ അങ്ങ് വലിച്ചേച്ച് കൊണ്ടുപോവാണ്. അതായത് അവന് 2 കൊലപാതകവും 3 റേപ്പും 4 തട്ടിക്കൊണ്ടലൊക്കെ നടത്തി ഒരുത്തരാണെങ്കിൽ ഓക്കെ, അങ്ങനെയുള്ള ഒരുത്തർ കൊണ്ടുപോകില്ല. അവിടെയാണ് ഇതിൻ്റെ വിരോധാഭാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ 2 ആളെ കുത്തിക്കൊന്നിട്ടും 3 ആളെ പിടിച്ചു പറിച്ചിട്ടും 4 പെൺകുട്ടികൾ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഒരുത്തരാണെങ്കിൽ ഇങ്ങനെയൊന്നും അക്രമമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ SIക്കും CIക്കും ഒക്കെ ഒരു ബഹുമാനം ഉണ്ടാവും. അല്ല ഇവരോട് കളിക്കണ്ട, ഇവൻ ഇന്നാളാന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. ഇത് പാവം ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായതുകൊണ്ട് അടിച്ച് പെരക്കി അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മാനുഷികമായി ഇത് നമ്മൾ എന്താ ഇവിടെ വേണ്ടത്? നിങ്ങൾ എന്താ ഇവിടെ വണ്ടി വെച്ചിട്ട് എന്താ പ്രവർത്തനം? സ്കൂൾ വിടുന്ന സമയമാണ്,
കുട്ടികൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഒരു ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തനം പാടില്ല. ഒരു താക്കീത് അവിടുന്ന് തന്നെ കൊടുത്ത് എല്ലാം പിരിഞ്ഞു പോടെ എന്ന് പറയേണ്ട ഒരു കേസാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കേസിനെ വഷളാക്കിയത് അവിടെ ഈ സ്ഥലത്ത് ഇൻചാർജുള്ള SIO CIO ആണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം അയാളുടെ ഒറ്റൊരു തീരുമാനമാണ്. എന്താ വിഷയം? ആ പിള്ളേരെ വിളിക്ക്, പിള്ളേരോട് പറയുന്നത് ഇവിടുന്ന് വണ്ടിയും ഷോ ഒന്നും ഇപ്പോൾ സ്കൂളിൽ വർക്കിംഗ് അവേഴ്സ് നടത്താൻ പാടില്ല, നിങ്ങൾ കാലിയായിട്ടുള്ള ഗ്രൗണ്ടിലോ കാര്യങ്ങളോ പോയി ചെയ്യണം എന്ന് പറഞ്ഞ് തീർക്കുന്ന കേസാണ്. അതിന് ഇവർ കാണിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ കുറച്ച് ജിമ്മാണ് ആ പയ്യൻ, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അതായത് തടിയും മണ്ണുള്ളതുകൊണ്ട് ഓനങ്ങ് രണ്ട് പഠിച്ചാലേ എന്നുള്ളൊരു ഒരു ഈഗോ കയറിയതാണ്. എന്താണ് സംഭവം നമുക്ക് മനസ്സിലാത്ത രീതിയിലുള്ള പ്രവർത്തനമായിപ്പോയി. നമുക്ക് ആ വാർത്ത ജസ്റ്റ് ഒന്ന് കാണാം. അത് വീണ്ടും കാണിച്ചു തന്നാ വെച്ചാല് അവരാ സ്റ്റെയറിങ്ങും പിടിച്ച് അവിടെ ഇരുന്നിരിക്കുക. അപ്പൊ അവരോട് മാന്യമായ രീതിയിൽ ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഇത്ര ഒരു സീനൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇവർ ഫസ്റ്റ് തന്നെ വിളിക്കുന്നത് വൈര ഇറങ്ങി വാടേ, ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറുപ്പക്കാരനോട് ഒരു തെറ്റും ചെയ്യാതെ അവൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോയിട്ട് കായും മായും പൂവൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും കേട്ടു നോക്കൂല. പണ്ടത്തെ പോലീസുകാർ കള്ളു കുടിച്ച് പോകുന്നവരോട് വായിത്തോന്ന് തോന്നിയ ദിവസം വിളിച്ചു പറയുമ്പോൾ ചിലപ്പം കേട്ടിച്ചോ മൈൻഡാക്കാണ്ടോ നിൽക്കും. അല്ലെങ്കിൽ ഒരു കള്ളനോടോ കൊലപാതകയോടോ പെരുമാറുന്ന പോലെയാണോ ഒരു എന്താ പറയുക ചെറുപ്പക്കാരനോട് അനാവശ്യമായി അവനോട് തട്ടിക്കയറി എന്താരായാലും പ്രതികരിക്കും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് വിഷയം, ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു പോലീസുകാരെ, ആ മെലിഞ്ഞിട്ടുള്ള പോലീസുകാരൻ ആരാണെന്ന് അറിയില്ല, നമുക്കതിൽ പേഴ്സണലായിട്ടുള്ള കാര്യമൊന്നുമില്ല. ആ ക്ലീൻ ഷാവായിട്ട് അയാൾ പറയാ അടിയടാ, നീ അടിയടാ, അണ്ടിക്കുറപ്പുണ്ട് അടിയടാ, ഇങ്ങനെ പറയുന്നത്. എന്തിന്? ആരെയും അവനെ അടിക്കേണ്ടത്? നിങ്ങളെയോ SIനെയോ CIനെയോ? എന്തിന്? അവനെന്തിനാ ആരെങ്കിലും അടിക്കണം? അവനവിടെ അവൻ്റെ സ്റ്റെയറിങ് ഇങ്ങനെ പിടിച്ചിട്ട് അവനിങ്ങനെ അവിടെ ഇരുന്നിരിക്കുക. അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായമല്ലേ? ഇതെന്താ അടിയന്തരാവസ്ഥ കാലമാണോ? തോന്നിയ പോലെ ആൾക്കാരങ്ങ് പിടിച്ചോണ്ടോ? ഓൻ വണ്ടിക്ക് സ്റ്റിക്കർ ഒടിച്ചതാണ് നിങ്ങളെ വിഷയമെങ്കിൽ MVD കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ ഫൈൻ എഴുതി കൊടുക്കുക. അല്ലെ സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തതാണ് വിഷയമെങ്കിൽ പറയാം ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല, വണ്ടി എടുത്ത് പോവുക പറയാം, താക്കീത് കൊടുക്കുക, വാണിംഗ് കൊടുക്കുക. ശരി, നിങ്ങളിത് ഒരു ചെറുപ്പക്കാരനോട് പെരുമാറേണ്ട ചെറുപ്പക്കാരോടൊന്നുമില്ല, ആരോടും പോലീസ് എന്ന് പറഞ്ഞില്ലേ, പോലീസിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക. ഇതാണോ സംരക്ഷണം? അവന്റെ സ്വത്താണ് ആ കാർ അടിച്ചു പൊടിച്ചവനെ ബെലിച്ച് പുറത്തേക്ക് ഇടാണോ? അവന്റെ ജീവന്, സ്വത്തിനും ജീവനും രണ്ടിനും സംരക്ഷണം കൊടുക്കേണ്ട ജോലിക്കാരാണ് പോലീസുകാർ. ഇപ്പൊ ഞാനീ പറയുന്നത് എന്റെ മുമ്പിൽ ഒരു പോലീസുകാരെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. അല്ലാതെ എന്നെ തല്ല എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നിന്റെ അമ്മേന്റെ മറ്റേന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പറ്റല്ല പോലീസുകാരുടെ പരിപാടി. ഇത് പോലീസുകാരെ ബോധവൽക്കരണമാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ഭാഗത്ത് ഡ്രഗ്സും കഞ്ചാവും കാര്യങ്ങളൊക്കെ പിടിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവർ. പക്ഷേ അതുകൊണ്ടൊന്നും അതൊക്കെ അവർ ജോലിയുടെ ഭാഗം മാത്രമാണ്. മനസ്സിലായില്ലേ? ഇപ്പം പറയും പോലീസുകാർ ഉറങ്ങാണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ? ശ്ലാഘനീയമായ കാര്യങ്ങളിൽ പോലീസുകാർ എന്തുകൊണ്ടും നമ്മൾ നല്ലതിനെ കണ്ട് നല്ലത് തന്നെ പറയും. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ ഈ പറഞ്ഞ് ഈ വീട് കണ്ട പോലീസുകാരെ കണ്ടില്ലേ, അവൻ വണ്ടിയിൽ ഇരുന്നിട്ടേ ഉള്ളു, അവൻ ആരെയും അടിക്കാനോ നല്ലാനോ ആ പയ്യൻ പോയിട്ടില്ല. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ആ പയ്യനോട് യാതൊരു ബന്ധവുമില്ല, അവനെ പരിചയമില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ നിഷ്പക്ഷമായി സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു പയ്യൻ വണ്ടിയിൽ ഇരുന്നിരിക്കുകയാണ്, അവൻ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്താണ് അവസ്ഥ ചെയ്യേണ്ടത്. നിങ്ങൾ പോലീസാണെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സീനായി ഓൾറെഡി ക്രിയേറ്റഡ് ആയിക്കഴിഞ്ഞു. സ്കൂൾ വിടുന്ന സമയമാണ്, കുറച്ച് ആൾക്കാർ ഇതെല്ലാം കാണാനുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് ഈഗോ കയറി അവനോട് 1-2 തവണ മറ്റവൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ അവനെ തക്കേണ്ട പോലത്തിലായി, അടിച്ചിട്ട് ഇറക്കുന്നുള്ള പോലത്തിലായി ഇരുന്ന. പിന്നെ പോലീസുകാരും ഗുണ്ടകളും തമ്മിൽ വ്യത്യാസം എന്താ? ഒന്ന് പറഞ്ഞ് രണ്ടിന് കൈക്കളിയാണ്, കൈക്കരുത്താണ് അവിടെ കാണിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കയ്യൂക്കുള്ളോ കാര്യക്കാരനാണോ? ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അടിക്കടാ എനിക്ക് മറ്റേ ഉറപ്പുണ്ടേ അടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഉറപ്പുള്ളതാണെങ്കിൽ ആ അടി പോലീസുകാരൻ കൊള്ളുമോ? എങ്ങനെയാ അതിൻ്റെ കാര്യങ്ങൾ? ഇത് കണ്ടപ്പോൾ എത്തപ്പോ ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗതന അന്ന് നമ്മളെ BJPന്റെ കൗൺസിലർ സുഗതേട്ടൻ മറ്റേ തിരുവനന്തപുരത്തല്ലേ, സുഗതേട്ടനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസുകാരുടെ കാര്യത്താണ് എനിക്ക് തോന്നിയത്.
എന്ത് തോന്നിയാസം അവൻ പറയുന്നത്? അവനെ ഇതുപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ രസമുണ്ടായിരുന്നു, സമ്മതിക്കുമായിരുന്നു. പോലീസുകാർ അടിപൊളിയാന്ന് പറയും. അവനെ പിടിച്ചുകൊണ്ടൊന്നും ഇല്ല എന്നല്ല, അടിപൊളി പരിപാടിയാണ്, ഓക്കെ. പക്ഷെ അയാളന്ന് പിന്നെ അങ്ങോട്ട് മുമ്പൊന്നും ബാക്കൊന്നും ഉന്തുമ്പോൾ സുഖം പറയുന്നുണ്ട്, അങ്ങോട്ട് പറയണം, അങ്ങോട്ട് പറയും, തൊട്ടുപോലെ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അയാള് 8ഓളം കേസുകളിൽ പ്രതിയാണ്, കാപ്പ കേസ് പ്രതിയാണ്, പിടികിട്ടാ പുള്ളിയാണ്. അവരോടൊക്കെ നല്ല ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട്. ഒന്നും ചെയ്യാണ്ട് വണ്ടിയിലെടുത്ത് പയ്യനെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് എടുത്തിട്ടടിക്കുക. ആ വണ്ടി മുതൽ ജീപ്പിൽ കയറ്റുന്നവരെ ഉന്തിക്കൊണ്ടുപോവുക, അടിക്കുക, കാളനെ തെളിക്കുന്നവരെ തെളിച്ചു കൊണ്ടുപോവുക. ഇതൊക്കെ ശരിക്കും തന്നെ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? ആ കുട്ടിക്കും ആ കുട്ടിയോട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ ജീവിതകാലത്തേക്ക് മൊത്തം പോലീസുകാരുടെ ട്രോമ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ ചെയ്തു വെച്ചത്? കുട്ടികളാണ്. അവരാ വണ്ടിയിൽ CR7 പോർച്ചുഗലിന്റെ ചിത്രം ഒട്ടിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് കുട്ടികളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഷോ ഓഫ് തന്നെയായിരിക്കും. പക്ഷെ അവരവിടെ ആ വണ്ടി കൊണ്ട് എന്തെങ്കിലും ഗലാറ്റെ പണിയിട്ടോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒക്കെ. എന്നിട്ട് ഇതൊന്നല്ല രസം, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ പിടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആ 2 മണിക്കൂർ തന്നെ വിട്ടിനെ, അത് വേറെ വിഷയം. അത് കുട്ടികൾക്ക് വേണ്ടപ്പെട്ട ആരോ വിളിച്ചിട്ടോ ഇതാക്കിയിട്ടോ സംഭവം അങ്ങ് വിട്ടിന്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാർ ബേസിക്കായിട്ട് പൊതുജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ചെയ്യുന്ന കാര്യമാണിത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗുണ്ടകൾ, അല്ലെ കള്ളന്മാർ, അല്ലെ കൊലപാതകികൾ, ഇവരെയൊന്നും കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും കാണാനില്ല. ഈ പറഞ്ഞ പോലെ ഒരുത്തം പറഞ്ഞു ഉറപ്പുണ്ട് കടിക്കടാന്ന് പറഞ്ഞിട്ട് ചാടിപ്പടക്കുന്നൊന്നും കാണുന്നില്ല. പിള്ളേരെ പിടിക്കാൻ പോകുമ്പോൾ പിള്ളേർ 2-10 മുട്ടയും തിന്ന് ജിമ്മിൽ പോയി കുറച്ച് മസിലാക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ മറ്റേത് ഇവരെന്നെ കണ്ടി തടിയുണ്ട്, ഇവരെ അടിച്ചാളിയാം. ഈഗോ എന്തിനാണ് സാറേ? ഈഗോവും കോംപ്ലക്സ് ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടല്ലേ നമ്മൾ വർക്കിന് ഇറങ്ങേണ്ടത്? പ്രത്യേകിച്ചൊരു സർക്കാർ സ്ഥാപനത്തിൽ പോലീസ് പോലെ ഉത്തരവാദിത്തമുള്ള ജോലി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സംഭവം ഈഗോവും കോംപ്ലക്സും ഒക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലിക്കും സമൂഹത്തിലെ നിലനിൽപ്പിനും അത് രണ്ടും ഭീഷണിയല്ലേ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ? ഇപ്പോൾ കാസർഗോഡ് പള്ളിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ അപകടകരമായ രീതിയിൽ കാറ് റേസിംഗ് നടത്തിയ സംഘത്തെ തടയാനെത്തി. പല ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ ഉത്തരവാദിയായിട്ട് അവിടെ ആരുമില്ലേ? സ്കൂൾ ഗ്രൗണ്ടിൽ തോന്നിയ പോലെ കുട്ടികൾ കയറ്റലാണോ? സ്കൂൾ ടൈമിലാണോ കയറ്റിയത്? അവർക്ക് ഈ പരിപാടി നടത്താൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ? അവരെന്താണ് അവിടെ നടത്തിയത്? അവർ ചെയ്ത ക്രൈം എന്താണ്? അവരേതെങ്കിലും കുട്ടികളെ ഭീഷണിപ്പെടുത്തിയോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾക്ക് നേരെ കാറ് പാനെടുത്തോ? അല്ലേ? ഇതിൻ്റെ വേറൊരു വശമുണ്ട്. പോലീസുകാരെ നമുക്ക് ന്യായീകരിക്കാൻ വേണമെങ്കിൽ എങ്ങനെ? ഇതേപോലെ എന്തെങ്കിലും ഒരു അപകടം അവിടെ ഉണ്ടായി വന്നിട്ട് ആൾക്കാർ വന്നിട്ട് പറയും പോലീസ് എവിടെ പോയി, പോലീസ് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കും. ശരിയാണ്, പോലീസിന് അവിടെ പോകാം, പോലീസിന് അവരെ വാൺ ചെയ്യാം, പോലീസിന് അവരെ ചോദ്യം ചെയ്യാം, പോലീസിന് അവരോട് വിവരങ്ങൾ ആരായാം, പോലീസിന് വേണമെങ്കിൽ അവരെ വണ്ടി വരെ പിടിച്ചെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൽ ഉൾപ്പെട്ട കുട്ടികളെ അടിക്കാനോ കുത്താനോ പിടിച്ചു വലിച്ചയച്ചു കൊണ്ടുപോകാനോ ഉള്ള അധികാരം അവിടെ പോലീസിനില്ല. അൺലെസ് ആൻഡ് അൺടിൽ അവർ അക്രമം അയച്ചു വിടുന്നത് വരെ. ഈ കുട്ടികൾ ഒരു തരത്തിലും ആക്രമണം ഒന്നും ഉണ്ടായില്ല. ആ പയ്യൻ കൊണ്ടുപോകാൻ ചോദിക്കുന്നുണ്ട്, സാർ ഇതെന്താ നിങ്ങൾ ഗുണ്ടായിസം കാണിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ തോന്നിവാസം വിളിക്കുന്നത്? എന്തിനാണ് എൻ്റെ മേൽ ശക്തി പ്രയോഗിക്കുന്നത്? അവൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, കോടതികളിൽ വിശ്വസിക്കുന്ന, നിയമത്തിൽ വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റെയും മുഖത്തുള്ള അടിയാണ്. അന്ന് അവിടെ കൂടി നിന്നിട്ടുള്ള ഈ ഷോ കാണുന്ന, സിനിമ കാണുന്ന സോക്കോൾഡ് നാട്ടുകാരെന്ന് പറയുന്ന പരീക്ഷകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ മുഖത്തേക്കുള്ള ഓരോ അടിയാണ് ആ പയ്യൻ ചോദിക്കുന്നത്. അവനൊരു തോന്നിവാസം വാക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ കഞ്ചാവോ ഡ്രഗോ അടിച്ചിട്ട് ഒറ്റക്കൊറ്റക്കുണ്ടേ ആ പോലീസ് എന്നുള്ള സംസാരം ഒന്നും അവൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അവനാകെ മാന്യമായി ഭക്ഷണം കഴിച്ച് ജിമ്മിൽ പോയി കുറച്ച് ബോഡി ഉണ്ടായിപ്പോയി. അവരൊറ്റ കാരണം കൊണ്ടാണ് ആ ചെക്കന് ബുള്ളിങ് ഏൽക്കേണ്ടി വന്നത്. എന്താ അത്? എല്ലാ പോലീസുകാരും ഞാൻ പറയത്തില്ലേ, അതിലൊരാളെയാണ് ഇപ്പം ഞാൻ കണ്ടത്, അയാളുടെ പേര് വരെ എനിക്കറിയത്തില്ല. പക്ഷെ ആ പെരുമാറിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അടിക്കടാ, നീ എന്നെ അടിക്കടാന്ന് പറഞ്ഞിട്ട് അവനെ പ്രകോപിപ്പിക്കുന്നു. എവിടെ? അവൻ ആരെ അടിക്കുന്നത്? അവനാ വണ്ടിയിൽ മിണ്ടാതെ അവിടെ ഇരുന്നിരിക്കല്ലേ. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയല്ല എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ആർക്കും, സമൂഹത്തിലുള്ള ഒരു വിഭാഗത്തിൽ, അത് പിന്നെ മിഡിൽ ക്ലാസ്സിലെ ആളായിക്കോട്ടെ അല്ലെങ്കിൽ താഴ്ന്ന നിലവാരമുള്ള ആളായിക്കോട്ടെ, ആരോടും ഈ ഒരു തരത്തിൽ പോലീസ് ഇടപെടാൻ പാടില്ല. ഞാനങ്ങനെ മറ്റേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഡയലോഗ് ഒന്നും അടിക്കുന്നതല്ല. എന്ന് വിചാരിച്ച് ബസ്സിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ട് അവനെ അടിക്കാം, അവനെ പോലീസിന് പിന്നെ കൂമ്പിലിട്ട് കുത്തിയിട്ട് അടക്കെടുത്താം, ഒരു പുകരടിക്കാരനെ അടിക്കാം, അല്ലെങ്കിൽ ഒരു കള്ളനെയും കൊലപാതകയും പിടിക്കാൻ അടിക്കാം. ഇതൊരു ഒന്നും ചെയ്യാതെ അവന് പബ്ലിക് ന്യൂസൻസ് ഒന്നും ആയിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയിലേക്കാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ സ്റ്റോപ്പ് ചെയ്തെന്നാണ് പോലീസിൻ്റെ ഭാഗം.
പിന്നെ ഇതിൻ്റെ മറുവശം കൂടി ഞാൻ പറഞ്ഞു, 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവനെ വിട്ടു, അത് വേറെ വിഷയം. അത് പോലീസ് തന്നെ മനസ്സിലായി അവൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഇതിങ്ങനെ ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ബിൽഡപ്പ് ഹൈപ്പ് കൊടുത്തിട്ട് ജനങ്ങൾ ഏതോ നാട്ടിലുള്ള ഏതോ അമ്മാവൻ കേശവമ്മാവൻ എന്ന് പറയുന്ന പോലെ ആരോ കൊടുത്ത പണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻ കണ്ടാൽ മനസ്സിലാവുന്നത്. അതിലേറ്റവും രസം എന്ന് വെച്ചാൽ പോലീസുകാരൻ ഈ SIO CI അയാൾ പറഞ്ഞ് അടിക്കടാ, നീ എന്നെ അടിക്കടാ എനിക്ക് ഉറപ്പുണ്ടേ അടിക്കടാന്ന് പറഞ്ഞാൽ അയാൾ ചാടി കിടക്കുന്ന ദിവസം തന്നെ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞുള്ളൂ, സാറേ അടിക്കാനൊന്നും പാടില്ല, ഇതിൻ്റെ ഗുണ്ടായിസാണോ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ള കോൺസ്റ്റബിളാന്ന് തോന്നുന്നുണ്ട്, അയാൾ നല്ലൊരു ഡയലോഗ് പറയുന്നുണ്ട്, സാറ് പോയി വണ്ടി ഇരുന്ന്. അയാൾ പറഞ്ഞതാ കറക്റ്റ്. ആ പോലീസുകാരുണ്ടല്ലോ, ആ നോർമൽ കോൺസ്റ്റബിളിനുള്ള ഒരു കോമൺ സെൻസ് പോലും ഇപ്പറഞ്ഞ പ്രൊബേഷൻ SIO CIO ആരാന്നറിയില്ല അയാൾക്ക് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ആ കോൺസ്റ്റബിൾ പറയുന്ന ഡയലോഗ് ഉണ്ട്, സാറ് പോയി വണ്ടി ഇരുന്നേ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? സാറ് വെറുതെ ചൊറ വലിക്കല്ല, സാറ് വെറുതെ ചെറിയ പിള്ളേരുമായിട്ട് കൊക്ക വലിച്ചിട്ട് നാളെ സസ്പെൻഷൻ കിട്ടുന്ന കേസായത്. സാറ് പോയി വണ്ടിയിൽ പോയിരുന്നേ. അയാൾക്ക് വിവരമുണ്ട്, അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ആ കോൺസ്റ്റബിൾ സാറിന് ഒരു സല്യൂട്ട്. അങ്ങനെ വേണം, അങ്ങനെ ഒരാൾ വേണം ആ സീനിൽ, അല്ലെങ്കിൽ അത് വഷളായി പോവും. മറ്റേ ആൾ അവർ 2-3 തവണ മുഖത്തൊക്കെ അടിക്കുന്നുണ്ട് ഇയാൾ നമ്മുടെ ഈ സാറദ്ദേഹം 2-3 തവണ കിട്ടിയ ഗ്യാപ്പിൽ മുത്തിക്ക് 2 അടി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, അത്ര വലിയ വിഷയമാണെങ്കിലും ഒക്കെ ഇതേ ഞാൻ പറഞ്ഞില്ലേ, ഇതേ SI അല്ലെങ്കിൽ CI സാറിന് 2 കൊലപാതകം നടത്തിയിട്ട് ആടുള്ള ഒരുത്തരാണെങ്കിൽ ഈ അടിയും പിടിയൊന്നും ഉണ്ടാവില്ല. വാമോനെ വണ്ടി കയറി സാറേ നമുക്ക് പോകാമെന്ന് പറയും. അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈഗോ വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ജോലിയല്ല പോലീസ് ജോലി. ഒരു പൗരൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക. ഇടയ്ക്കിടയ്ക്ക് ആക്ഷൻ ഹീറോ ബിജു കണ്ടാൽ മതി, അപ്പോൾ തീരുവ പ്രശ്നം. ഇത് മുമ്പിലുള്ള മീശക്കാരനെ നോക്കോ, അത് വേറൊരു SI സാറായിട്ടാണ്. അയാളങ്ങ് പോകുമ്പോൾ സ്ലിപ്പായിട്ട് അങ്ങ് വീണ്, അതിനും ചക്കൻ കടി. അപ്പോ പിന്നെ ഭരണം മാറി, ശരിയാണ് അല്ലേ? നമ്മളെ പിണറായി സർക്കാർ മാറി, VDSന്റെ സർക്കാരാണ് വന്നിരിക്കുന്നത്. പോലീസുകാർ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലുള്ള ആനടിക്കുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാ ലഹരി മാഫിയകൾക്കും, മദ്യം പിന്നെ മാഫിയ അല്ലല്ലോ അല്ലേ, പോലീസുകാരെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞാൽ ഓരോന്ന് അടിക്കുന്നതെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. മദ്യം ലഹരി അല്ലല്ലോ അല്ലേ? അപ്പോൾ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കഞ്ചാവും ഡ്രഗ്സൊക്കെ പിടിക്കുന്നത് വളരെ അടിപൊളിയായിട്ടില്ല. കാരണം നാളത്തെ തലമുറയുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സംഭവമാണ് ഈ കെമിക്കൽ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ. അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കേരള പോലീസ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്പർ 1 അക്കാര്യങ്ങളിലൊന്നും ഒരു വിയോജിപ്പും ഇല്ല. കേരള പോലീസ് ഈസ് ദ നമ്പർ 1 പോലീസ് ഫോഴ്സ് ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോരാളെയും തേടി പിടിച്ചുകൊണ്ട് ഈ ഡ്രഗ് മാഫിയയുടെ ഹെഡായിട്ടുള്ള ഡൽഹിയിലൊക്കെയുള്ള നീഗ്രോനെ വരെ, ആ നീഗ്രോ കെനിയയിലൊക്കെ ഉള്ള ആളാണ് പോലും ഇതിൻ്റെ കുക്കൊക്കെ ചെയ്ത് സാധനമൊക്കെ ഉണ്ടാക്കുന്നത്. അവരവരെ അവിടെ ചെന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം പോലീസുകാരും അവിടെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരുപോലെ അല്ല, അല്ലെങ്കിൽ എല്ലാ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒരുപോലെയല്ല നമുക്ക് പറയുമല്ലോ എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം മാത്രമാണിത്. പക്ഷേ നമ്മൾ നോർമലി ചെയ്യുന്ന റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ കൂടി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പബ്ലിക് കോസ് കൂടിയാണ്. ഇങ്ങനെയുള്ള പോലീസ് അതിക്രമങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ സമൂഹം വെച്ച് പൊറുപ്പിക്കുകയില്ല. അതിനെതിരെയുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്.